നമസ്കാരം. നമസ്കാരം. പശ്ചിമേഷ്യ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കലുഷിതം തന്നെയാണ്. അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയതിനു ശേഷം ഇന്നേ വരെ പശ്ചിമേഷ്യയിൽ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഇതിനു മുൻപ് മിലീഷ്യകളുടെ എല്ലാം ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികളുടെ ആക്രമണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഹമാസ് ആക്രമണം തുടങ്ങിയതിനു ശേഷമാണല്ലോ ഈ പ്രശ്നം തുടങ്ങുന്നത് തന്നെ. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ട്രംപ് ആണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ട് വരുന്നത്. കാരണം ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് ഇറാന്റെ അവസാനമാണെന്ന്. ഇറാനിലേക്ക് ഇന്ന് ബോംബിടും, കലാപം വളരെയധികം ഏറ്റവും വലിയ ആക്രമണം ഇന്ന് നടത്തുമെന്നെല്ലാം ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നേക്ക് അത് വാക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഞാനൊന്ന് പിൻവാങ്ങുകയാണ്. അത് ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞതിനനുസരിച്ച് ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നു. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് തോന്നുന്നത്? വീണ്ടും ഇനി ട്രംപ് പ്രശ്നമുണ്ടാക്കുമോ, അതോ വീണ്ടും യുദ്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകുമോ? പശ്ചിമേഷ്യയ്ക്ക് ഒരു സമാധാനം എന്ന് കിട്ടും? ഇത് എങ്ങോട്ട് പോകുമെന്നുള്ള ചോദ്യത്തിന് വാസ്തവത്തിൽ ഒരു ഉത്തരവുമില്ല. എന്തെന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുള്ള ഒന്നിനെയാണെങ്കിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഇത്ര മിനിറ്റിനുള്ളിൽ അത് ഇന്ന സ്ഥലത്തെത്തും, അതിൻ്റെ ടാർഗറ്റിലെത്തുമെന്ന് നമുക്ക് പ്രവചിക്കാം. പക്ഷേ സ്ഥിരത നഷ്ടപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പ്രഡിക്ഷൻസ് ആർ ഇറലവൻറ്റ്. അതെങ്ങോട്ട് പോകും ഇന്ന് പറയുന്നതല്ല നാളെ എന്ന് പറയുമ്പോൾ നമ്മൾ കെമേലിയോൺ എന്നും പറഞ്ഞിട്ട് ഓന്ത് എപ്പോഴും നിറം മാറിക്കൊണ്ട് അടുത്ത നിമിഷം എന്താണ് അതിൻ്റെ നിറവും നമ്മൾ അറിയുന്നില്ല. ഇനി ഞാനൊരു കാര്യം പറയാം, സാധാരണക്കാർക്ക് അതിലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ട ഒരു കാര്യം പറയാം. ട്രംപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ നമുക്ക് ഉപമിക്കാവുന്നത് ചില ചട്ടമ്പികളുണ്ടല്ലോ, വെല്ലുവിളിച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണക്കാരൻ ഇവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ചെകുട്ടത്തൊരടി കൊടുക്കും. അടി കിട്ടിയിട്ട് മോങ്ങിക്കൊണ്ടുപോയി ഞാൻ അവന് കാണിച്ചു കൊടുക്കുക, അവൻ്റെ 32 പല്ല് ഞാനിപ്പോൾ തറയിലിട്ട് കളയും എന്നൊക്കെ ഭീഷണിയും പെടുത്തിക്കൊണ്ട് വരും. ചട്ടമ്പി ഇറങ്ങി വന്ന് ഒന്ന് നോക്കിക്കഴിയുമ്പോൾ ഒന്ന് നെട്ടോട്ട് ഓടുകയും ചെയ്യും. അതുപോലൊരു ചട്ടമ്പിയുടെ ഗതികേടിലേക്കാണ് ഇപ്പോൾ ട്രംപ് പോകുന്നത്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു 3 യുദ്ധങ്ങൾ ഇറാനുമായിട്ട് നയിച്ചത് അമ്പെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ 4ാമത്തെ യുദ്ധത്തിലും ട്രംപ് അമ്പെ പരാജയപ്പെടാൻ പോവുകയാണ്. അച്ചട്ടായിട്ട് അതാണ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്നാണോ സാർ സൂചിപ്പിക്കുന്നത്? അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതായത് ഒരു യുദ്ധം ജയിച്ച് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. അതിനാണിത് പുറപ്പെട്ടത്. അപ്പോൾ ഇസ്രായേൽ സഹായത്തിന് വരുന്നു. അവിടെ അതുപോലെ തന്നെ ഇറാനിൽ ആഭ്യന്തര സംഘർഷം മൂർച്ഛിക്കുന്നു. ഈ ആനുകാലികമായ അനുകൂലമായിട്ടുള്ള ഈ സന്ദർഭങ്ങളെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇറാനെ കൂടെ ഒന്ന് നശിപ്പിച്ച് കളഞ്ഞിട്ട് അവിടെ നിന്നുള്ള എണ്ണ, അതുപോലെ തന്നെ സമ്പുഷ്ട യുറേനിയം ഇവ കൈക്കലാക്കുക. അങ്ങനെ അത്യാഗ്രഹക്കാരനാണിതെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പെനിസുലയുടെ എണ്ണ ഇപ്പോൾ അവർക്ക് സപ്ലൈ കുഴപ്പമില്ലാതെ കിട്ടുന്നത് പോലെ ഒരു കൺഡ്യൂട്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതങ്ങനെ വിജയിക്കുമെന്നൊരു അമിത ആത്മവിശ്വാസം അദ്ദേഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ യുദ്ധങ്ങളൊക്കെ എപ്പോഴും വിജയിച്ചിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഉപദേശമാണ്. അദ്ദേഹം അത് വിശ്വസിച്ചു പോയി. അതിനിടയ്ക്ക് അവിടുത്തെ പട്ടാള ജനറൽമാരെ, വിവരമുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു ഇത് പോകരുത് എന്ന് വാൺ ചെയ്തു. അവരെയെല്ലാം ഫയർ ചെയ്ത് പുറത്താക്കി അദ്ദേഹം. ഇപ്പോൾ ഏതാണ്ട് വിദേശകാര്യത്തിൻ്റെ ഒരു ഉപദേഷ്ടാവ് മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത്. മാർക്കോ റൂബിയോ പോലും അദ്ദേഹത്തിനെതിരായിട്ട് ഉപദേശങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതിപ്പോൾ പുലിവാല് പിടിച്ച പോലെ ആയിപ്പോയി. അവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ? വിട്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ഗ്ലാനി ഉണ്ടാവും, മാനഹാനി ഉണ്ടാവും. ഇത് കൂടാതെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ നവംബറിൽ കോൺഗ്രഷണൽ ഇലക്ഷൻ നടക്കുകയാണ്. അവിടെ കോൺഗ്രസ്സിൽ ട്രംപിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവിടെ ഈ നടത്തുന്ന പ്രസിഡൻഷ്യൽ ഓർഡേഴ്സ്, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് വെച്ചിട്ടുള്ള ഭരണം നടക്കില്ല. അവിടെ വലിയൊരു കടിഞ്ഞാൺ വീഴും. ആ ഭീതിയുണ്ട്. ഇരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള മാധ്യമങ്ങളുടെ, വിശ്വാസയോഗ്യമായ മാധ്യമങ്ങളുടെ സർവേ പ്രകാരം അദ്ദേഹത്തിന് ഇന്നു വരെ ഒരു ലോക നേതാവിനും ഉണ്ടാകാത്ത വിധം അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ഇൻഡെക്സ് താണിരിക്കുകയാണ്. 0 താഴേക്ക് പോയിരിക്കുകയാണ്. -17. ചുമയുണ്ട്, ജലദോഷം, പൊടി. എനിക്ക് അലർജിയാണ്. വെള്ളം അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിയും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിനുള്ള അമർഷവും ഏതാണ്ട് നമ്മുടെ ഈ സംസ്ഥാനത്ത് പിണറായി വിജയനോട് തോന്നിയതുപോലെ വലിയൊരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്.
അതിനിടയ്ക്ക് ജയിക്കുക അസാധ്യമായിട്ടൊരു കാര്യമായിട്ട് തീർന്നിട്ടുണ്ട്. അവിടെ നമ്മളിപ്പോൾ പറയും 3 രൂപ കൂട്ടിയതിന് നമ്മൾ നമ്മുടെ മോദിയോട് പ്രതിഷേധിച്ചു. അവിടെ എത്രയാണെന്നറിയോ വില കൂട്ടിയിരിക്കുന്നത്? 3 ഇരട്ടി. ഇപ്പോഴുള്ള വിലയുടെ 3 ഇരട്ടിയാണ് അവിടെ പെട്രോളിനും ഡീസലിനും വില കൂട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ വാണിജ്യ ചുങ്കങ്ങൾ വഴി അമേരിക്കക്കാർക്ക് ഇന്ത്യയിൽ നിന്നുള്ള ചായയോ തേയിലയോ ഒക്കെ കിട്ടുന്നത് അസാധ്യമായിട്ടുണ്ട്. അതിലുള്ള പ്രതിഷേധമുണ്ട്. അമേരിക്കക്കാരെന്ന് പറഞ്ഞാൽ ആഡംബരത്തിലും അതുപോലെ തന്നെ അവരുടെ ജീവിത സുഖഭോഗങ്ങളിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രാജ്യമാണ്. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം അവർക്ക് മരിക്കാൻ തയ്യാറല്ലവർ, അവർക്ക് ജീവിക്കണം, സുഖിക്കണം. അതാണ് അവരുടെ മനഃശാസ്ത്രം. ഇറാൻ അങ്ങനെയല്ല. കഷ്ടപ്പാടികളിലൂടെ അഗ്നിപർവ്വതങ്ങൾക്കിടയിൽ വളർന്നു വന്ന ഒരു രാജ്യമാണ്. തന്നെയുമല്ല, ഈ പേർഷ്യ എന്ന് പറയുന്ന ഏത് രാജ്യമാണ്? ആ പേർഷ്യ എന്ന് പറയുന്ന ആര്യന്മാരുടെ രാജ്യമാണ്. സിറിയസ് സെക്കൻഡ് എന്നുള്ള രാജാവ് ലോകം മുഴുവൻ, ഗ്രീസിനെയും മാസിഡോണിയയും ആഫ്രിക്കയിൽ വരെ എത്തി ഭരിച്ച ലോകം കീഴടക്കിയ ഒരാളാണ് സിറിയസ്. എന്നാൽ അതേസമയം മനുഷ്യത്വത്തിൻ്റെ മകുട ഉദാഹരണവുമാണ്. നമ്മുടെ അശോകൻ കലിംഗ യുദ്ധം ജയിച്ചപ്പോൾ ഞാൻ ഇനിമേലൊരു യുദ്ധം ചെയ്യില്ല, ഇതുപോലുള്ള നരഹത്യകൾ എനിക്കിനി ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞതുപോലെ തന്നെ, അതിനാണല്ലോ ആൾനോണ്ട് ടോയിൻബി പറഞ്ഞത് ഹി ഷൈൻസ് ലൈക്ക് എ പോൾ സ്റ്റാർ ഇൻ ദ ഫേമമെൻറ്റ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞതുപോലെ തന്നെ അത്തരം ഒരാളായിരുന്നു സിറിയസ്. എന്താണെന്നറിയോ? യുദ്ധങ്ങൾ ചെയ്ത് കീഴടക്കിയ രാജ്യങ്ങളിൽ നിന്ന് പിടിച്ച തടവുകാരെ മുഴുവൻ നിരുപാധികം വിട്ടയച്ച, അന്ന് ഐക്യരാഷ്ട്രസഭയൊന്നുമില്ല, മനുഷ്യാവകാശത്തിൻ്റെ അതിൻ്റെ പ്രമേയങ്ങളൊന്നുമില്ല. ആ സമയത്ത് ഇവരെ നിരുപാധികം വിട്ടയച്ച, മനുഷ്യത്വം കാണിച്ച ശക്തനായ ചക്രവർത്തി ഈ സിറിയസിൻ്റെ നാടാണത്. അങ്ങനെയുള്ള ഇതിപ്പോൾ നോക്കൂ, ഹോർമൂസ് എന്ന് പറയുന്ന ദ്വീപ് എന്ന് പറയുന്ന ഹോർമൂസ് എന്ന് പറയുന്നത് അവിടുത്തെ സൗരാഷ്ട്രീയൻ മതത്തിൻ്റെ ഒരു ദേവതയാണ്. നമ്മുടെ ഈ സരസ്വതി എന്നൊക്കെ പറയുന്ന പോലെ. ഈ ഇസ്ലാമിക ഭരണമായിട്ട് ഇറാൻകാരത് മാറ്റിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഇപ്പോഴും ഇറാനിലെ സ്വന്തം ജനങ്ങൾ തന്നെ ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനെതിരെ ആക്രമണം അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് പേര് ഇപ്പോഴത്തെ ഭരണത്തിനെ മാറ്റണം എന്ന് പറയുന്ന ആൾക്കാർ രാജ്യത്തിനകത്ത് തന്നെ വിപ്ലവം നിൽക്കുന്നുണ്ട്. പക്ഷേ അത് പേര് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ പറയുന്നത് ഇപ്പോൾ ഇറാനിലെ ജനങ്ങളെ രക്ഷിക്കണം. അപ്പൊ നെതന്യാഹു പറഞ്ഞിരുന്നു, യുദ്ധം നടത്തുകയാണെങ്കിൽ തന്നെ അത് ഇറാൻ ഭരണകൂടത്തിനോടാണ്, ഒരിക്കലും ജനതയോടല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം നിൽക്കുന്നത് അവിടെയാണ്. ഇപ്പൊ ട്രംപ് ഇതിലൊരു നിമിത്തമായി എന്നുള്ളതുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ യുദ്ധം എന്നല്ലെങ്കിൽ ഈ പ്രശ്നം, പശ്ചിമേഷ്യയുടെ പ്രശ്നം നിൽക്കുന്നത് ഇപ്പോഴും നെതന്യാഹുവും ഇറാൻ ഭരണകൂടവും തമ്മിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മിനി മനോൻ പറഞ്ഞു 100% ശരിയാണ്. അവിടെ വമ്പിച്ച ജനകീയ പ്രക്ഷോഭങ്ങളുണ്ടായി. ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ ജയിലിലിട്ട ആൾക്കാരെ കൊല്ലുന്നു. നൊബേൽ സമ്മാനം കിട്ടിയ എഴുത്തുകാരിയെ പോലും ജയിലിൽ പിടിച്ചിടുന്നു. മനുഷ്യത്വരാഹിത്യത്തിൻ്റെ ഒരു വ്യാപാരപ്പുരയായിട്ട് അത് മാറിയിട്ടുണ്ട്. എണ്ണയിൽ മാത്രം വിശ്വസിക്കുകയും മതത്തിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്ന ഭരണകൂടം ആയിട്ടുള്ള ഖമനേയിമാരുടെ കാലം. ആ കാലത്ത് നമ്മുടെ ആസ്പിറേഷൻസ് ഉള്ള യുവജനത, ജെൻസി എന്ന് പറയുന്നവരുടെ ഒരു വികാര പ്രകടനമാണ് നമ്മളതിൽ കണ്ടത്. അവർക്ക് ലിബർട്ടി വേണം. അവരെല്ലാം ഇൻ്റർനെറ്റിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിലെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം. നമ്മൾ നോക്കുമ്പോൾ അറേബ്യ എന്ന് പറയുന്ന അച്ചടക്കമുള്ള രാജ്യമാണെങ്കിലും നമ്മൾ കാണേണ്ട ഒരു കാര്യം, അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉൾപ്പെടെ ആൾക്കാർ അവിടുത്തെ നിയന്ത്രണങ്ങൾ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് എസ്കേപ്പേഡുകൾ നടത്തുന്നത് ഫ്രാൻസിലേക്കാണ് എന്ന് പറയുന്ന പോലെ അവരുടെ ഒരു വികാര പ്രകടനം. പക്ഷേ അമേരിക്കയും ഇസ്രായേലും ഒന്നായിട്ട് നിന്നുകൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്തിയപ്പോൾ അവരുടെ നിലപാടെന്തായിരുന്നു? ഒറ്റക്കെട്ടായിട്ട് ദേശീയതയുടെ പേരിൽ അവരൊന്നിച്ചു. അപ്പോൾ അവിടെ ഇറാനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റി. ഇപ്പോൾ എന്താ അവിടെ വീണ്ടും പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട്. എന്തിൻ്റെ പ്രക്ഷോഭമാണെന്നറിയാം? ഇറാനിൽ ഇപ്പോഴും പ്രക്ഷോഭങ്ങൾ നടത്തുക ദേശീയതയ്ക്ക് അനുകൂലമായിട്ട്, ഖമനേയിക്ക് അനുകൂലമായിട്ടുള്ള പ്രകടനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അമേരിക്കയ്ക്കെതിരായിട്ടുള്ളത്, കൊലയാളി രാഷ്ട്രമായിട്ടുള്ള അമേരിക്കയ്ക്കെതിരായിട്ടുള്ളത്. അതായത് 180ഓളം കുട്ടികളെ, 7നും 9നും ഇടയ്ക്കും പ്രായമുള്ള കുട്ടികളെ കശാപ്പ് ചെയ്ത ഇസ്രായേലിനെതിരായിട്ടുള്ള വികാരങ്ങളാണ് ഇപ്പോൾ അവിടെ പ്രകടമാകുന്നത്. ദേശീയത അവിടെ ഇതിനുണ്ട്. ഇപ്പോൾ ഇറാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ കൊല്ലുന്ന നെതന്യാഹുവിനെയും ട്രംപിനെയും വധിക്കുന്നവർക്ക് പാരിതോഷികം പറഞ്ഞിട്ടുണ്ട് ഇറാൻ. ഫത്വ പ്രഖ്യാപിക്കുക. സാധാരണഗതിയിൽ ഈ ഫത്വ പ്രഖ്യാപനം സൽമാൻ റുഷ്ദിക്കെതിരെയും ഫത്വ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അത് നേരിട്ട് പ്രഖ്യാപിക്കുക, രഹസ്യമായിട്ടുള്ളതല്ല. അമേരിക്കയെ പോലെ രഹസ്യങ്ങളൊന്നുമില്ല അവർക്ക്. ചാരന്മാരെ വൃത്തിയെടുക്കുക. എത്ര ശാസ്ത്രജ്ഞന്മാരെ ഇസ്രായേൽ കൊന്നത്? അമേരിക്ക എത്ര പേരെ അവിടെ കൊന്നു? ഈ കൊന്നിട്ടും അവരുടെ സമ്പുഷ്ട യുറേനിയം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് അമേരിക്ക ഇസ്രായേലും മനസ്സിലാക്കി. അതുകൊണ്ടാണ്, അതാണ് നമ്മൾ ആ പോയിന്റിലേക്ക് വരിക. അതാണിപ്പോൾ അവർക്ക് പേടി. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ ഓർമ്മയെന്ന് പറയാൻ കണക്കല്ല, 140 ഗ്രാം സമ്പുഷ്ട
സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കലുണ്ട്. ഈ പേടിയുണ്ട്, ഏത് നിമിഷവും വേണമെങ്കിൽ. കാരണം ഇത്രയധികം യുറേനിയം സമ്പുഷ്ടീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് അണുബോംബ് ഉണ്ടാക്കാൻ മാത്രമാണ്. അവരെപ്പോഴും പറയുന്നു അവരുടെ സയന്റിഫിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംഭരണം നടത്തുന്നത്, യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതൊരിക്കലും ഇത്രയധികം ആവശ്യമില്ല. ഇത്രയധികം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് അണുബോംബ് ഉണ്ടാക്കാൻ തന്നെയാണ്. ഒരു പക്ഷേ അവിടെ അണുബോംബുകൾ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കാം എന്നാണ് ഒരു അനുമാനമുള്ളത്. ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ഓപ്പറേഷൻസ് ഒരുപാട് നടന്നെങ്കിൽ മാത്രമേ ഇത്രയും ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയുണ്ടാകും. സെൻട്രൽ ഇറാനിൽ തന്നെ ഉണ്ടെന്നാണ്. ഈ ഒരു സന്ദേശമാണ് ഇറാനും കിട്ടിയിരിക്കുന്നത്, അമേരിക്കയ്ക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിട്ടിട്ട് പോകാനും പറ്റില്ല. കാരണം അങ്ങനെ അവർക്കത് കിട്ടുകയാണെങ്കിൽ, ഈ അണുബോംബ് എന്ന് പറയുന്ന സംഭവം ഇറാന്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും അത് എത്തിച്ചേരുക ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഒക്കെ കയ്യിലായിരിക്കും. ഇതേ പ്രശ്നം തന്നെ പാകിസ്ഥാനിലുണ്ട് ഇസ്ലാമിക് ബോംബെന്നും പറഞ്ഞൊരു ബോംബ്. ആ ബോംബ് ചെന്നെത്തുക അവിടുത്തെ ഹെസ്ബുള്ള അല്ല, ലഷ്കർ ഇ തോബയുടെയും അൽ ഖ്വായിദയുടെയും ഒക്കെ കൈകളിലാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക പാകിസ്ഥാനെ ടാർഗറ്റ് ചെയ്യാത്തത്? ഒരു നിശ്ചയമില്ലാത്ത ഭരണമാണ്. പട്ടാള അട്ടിമറികൾ എത്ര കണ്ടിട്ടുള്ളതാണ്. അബട്ടബാദിൽ അവർ ഒസാമ ബിൻ ലാദനെ സംരക്ഷിച്ചു വെച്ചില്ലേ? ആ കള്ളത്തരം അറിയാമല്ലോ. ഇപ്പം തന്നെ ഇറാൻ്റെ വിമാനങ്ങൾ അവിടെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക, അമേരിക്ക ആക്രമിക്കുമെന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞല്ലേ. എന്നിട്ട് ടാർഗറ്റ് ചെയ്യാൻ ഇപ്പോഴല്ലേ ഉള്ളൂ. ഇപ്പൊ വെള്ളരിപ്രാവിനെ പറത്തിയിരിക്കുകയല്ലേ പാകിസ്ഥാൻ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ദൂതുമായി പോവുകയല്ലേ. അതെ, പക്ഷേ ഇന്ത്യയിൽ വന്ന അറാക്ചി എന്താണ് പറഞ്ഞത്? സയ്യിദ് അബ്ബാസ് അറാക്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ത്യയെപ്പോലെ വിശ്വസ്തമായ ഒരു രാഷ്ട്രം, അതിനാണ് ഊന്നൽ, വിശ്വസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രം, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു രാഷ്ട്രം മധ്യസ്ഥത വഹിച്ചാലാണ് ഇവിടെ റിസൾട്ട് ഉണ്ടാവുക. അല്ലാതെ പാകിസ്ഥാനെ പോലൊരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അൺറിലയബിളുമാണ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റും അല്ല. അമേരിക്ക പറഞ്ഞത് കേട്ടിട്ട് അസീം മുനീർ ചർച്ച ഒരുക്കി. ഇപ്പൊ പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി ടെഹ്റാനിലുണ്ട്. ഈ അമേരിക്കയുമായിട്ടുള്ള തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ടെഹ്റാനിൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കളിക്കുന്ന ഒരു രാഷ്ട്രം. അവരുടെ ദൗർബല്യം നമുക്ക് മനസ്സിലാക്കാം. തകർന്ന് കിടക്കുന്ന ഒരു രാഷ്ട്രം. അത് മോദി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്ത് കളഞ്ഞു. അതിന് അവിടെ നിന്ന് എങ്ങനെങ്കിലും ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ആഴ്ചത്തെ അല്ല, അവരുടെ ദി ഇക്കണോമിസ്റ്റ് വീക്കിലി അതിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് 4 സീറ്റുകൾ, അവരുടെ കറക്റ്റായിട്ടുള്ള സ്റ്റഡിയാണ്, ഏതെങ്കിലും പക്ഷം ചേർന്നുള്ള 4 സീറ്റുകൾ ഈ കോൺഗ്രസ് ഇലക്ഷനിൽ ഇദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എപ്സ്റ്റീൻ ഫയൽസിൽ അത് മറച്ചു വെക്കാനുള്ള ഒരു യുദ്ധം കൂടിയാണിത്. എപ്സ്റ്റീൻ ഫയൽസിൽ ട്രംപിനെ വളരെ വളരെ മോശമാക്കാവുന്ന പരാമർശങ്ങളുണ്ട്. അതായത് നമ്മുടെ പോക്സോ കേസിന് തുല്യമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ഇക്കണോമിസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹത്തിന് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും പോലും ആളെ വേണം എന്ന് തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എപ്സ്റ്റീൻ പറയും. മനസ്സിലായില്ലേ? അത്തരമൊരാളാണ്. അപ്പോൾ നമ്മുടെ ഈ നമ്മൾ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ എത്ര ഭേദമെന്ന് നമുക്ക് തോന്നിപ്പോവും. ഈ വയസ്സനായിട്ടുള്ള ഇത്രയും പ്രായമായിട്ടുള്ള മക്കളും കൊച്ചുമക്കളുമുള്ള ആൾ കാണിച്ച മര്യാദ കേടുകൾ ഞാൻ പറയുന്നതല്ല, ദി ഇക്കണോമിക്സ് നമുക്ക് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു മാധ്യമമാണത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിരുന്നു അത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസയ്ക്കുമെതിരെ അതിഗംഭീരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന കോളിളക്കം സൃഷ്ടിച്ച ഒരു സന്ദർഭമായിരുന്നു. അപ്പോഴാണ് അവർ യുദ്ധം. പക്ഷേ ഇപ്പോൾ എന്താ ഇറാനെ അവരെ മിസൈൽ അയക്കാത്തത്? ഇപ്പം മനസ്സിലായിരുന്നു, അവിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്. അതിലൊരു വാർഹെഡ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീരും. അത്രയും ചെറിയൊരു രാജ്യമാണ് ഇസ്രായേൽ. അതുപോലെ തന്നെ ഇസ്രായേലിന് ഇത്രയും മാരകമായിട്ടുള്ള പരിക്കേൽപ്പിക്കാൻ കഴിയും ഇറാനെന്ന് ഒരിക്കലും ബെഞ്ചമിൻ നെതന്യാഹു പോലും അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ, അദ്ദേഹത്തിൻ്റെ മൊസാദ് എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് സംവിധാനത്തിന് പോലും അത് പ്രവചിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളത്. ആദ്യമായിട്ട് ഇസ്രായേൽ ഇൻ്റലിജൻസ് രംഗത്ത് പരാജയപ്പെടുന്ന 2 സന്ദർഭങ്ങളുണ്ട്. ഒന്ന് ഹമാസിൻ്റെ അപ്രതീക്ഷിതമായ ഭൂമിക്കടി കൂടെ തുരങ്കം കുഴിച്ചുള്ള ആക്രമണം. അതെ, അയൺ ഡോമിൻ്റെ അഭിമാനം അവിടെ നഷ്ടപ്പെട്ടു. അതുപോലെയാണ് ഇപ്പോൾ രണ്ടാമത്തേത് അവരുടെ ഹൈഫെ തുറമുഖം, അതുപോലെ തന്നെ അവരുടെ തന്നെ തലസ്ഥാനം, ഇവിടെയെല്ലാം നടത്തിയ അതിഭീകരമായ ആക്രമണങ്ങളിൽ
കെട്ടിടങ്ങൾ പലതും നശിപ്പിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ സാധ്യത, പ്രഹരശേഷി ഗംഭീരമായിരുന്നു. അപ്പോഴാണ് ഇറാൻ ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. അതിൻ്റെ കൂടെ ഒരു ന്യൂക്ലിയർ വാർഹെഡും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇത് വളരെ വളരെ വളരെയധികം പേടിപ്പെടുത്തുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇറാന് നേരെ മാത്രമേ ഇവർ ആക്രമണം നടത്തുന്നത്. എന്താ, നോർത്ത് കൊറിയ ബോംബുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അമേരിക്കയിലേക്ക് ഞങ്ങൾ ഇതയക്കുമെന്ന് പറഞ്ഞു. എന്താ ഉണ്ടായിരിക്കുന്നത്? നോർത്ത് കൊറിയയിലേക്ക് പൊതുവെ എന്താ, കാരണം അവിടെ ഭരണാധികാരി തന്നെ ഇല്ലാത്ത അത് അവിടെ എന്താ ജനാധിപത്യം കൊണ്ടുവരാത്തത്? വെനിസുലയിൽ ജനാധിപത്യം എന്നും പറഞ്ഞാണല്ലോ ഇവരെ മഡുറോയെ ഭാര്യയെയും കെട്ടിയെടുത്തുകൊണ്ട് പോയത്, രാജ്യരാമാനം പൊക്കിയെടുത്തുകൊണ്ട് പോയത് അല്ലേ? നമ്മുടെ പിന്നെ മഹാഭാരതത്തിലെ അല്ലേ ഈ ഭീഷ്മരി എന്നിട്ട് അംബിക അംബാലിയെ പിടിച്ചു കൊണ്ടുപോരുന്നത് പോലെ, പിടിച്ചു കെട്ടിക്കൊണ്ട് പോയതുപോലെ ഭാര്യയും ഭർത്താവിനെ അവരുടെ കിടപ്പറയിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയല്ലോ. ഈ ധൈര്യം എന്താ നോർത്ത് കൊറിയക്കെതിരെ കാണിക്കാത്തത്? ചൈനയ്ക്കെതിരെ, ചൈന എന്ന് പറയുന്ന ഇപ്പോൾ അവിടെ ചെന്ന് മുട്ടുകുത്തി എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനുണ്ടാക്കണമെന്ന് പറഞ്ഞു. ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ചർച്ച നടത്താമെന്ന് പറഞ്ഞു. പാകിസ്ഥാനെ കൊണ്ട് പറ്റുന്നില്ല. അമേരിക്കയും ഇറാനും തമ്മിൽ, അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനോട് പറയാം, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ചൈനയും സമ്മതിച്ചിട്ടുണ്ട്, താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇപ്പോൾ ചൈന സന്ദർശിക്കുകയാണ്. അപ്പോൾ അമേരിക്ക പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ന്യൂട്രലൈസ് ചെയ്യപ്പെടും. അവരുടെ റഷ്യയുമായിട്ടുള്ള സൗഹൃദം തകരാനും പോകുന്നില്ല. അമേരിക്ക പോയതുകൊണ്ട് വ്യാപാരം, അദ്ദേഹത്തിൻ്റെ മകനെയും കൊണ്ട് അവിടെ അയാളുടെ വ്യാപാര താല്പര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും. അതിൻ്റെ സ്വന്തം കാര്യമാണ് ഈ നോക്കുന്നത്, ലോകത്തിൻ്റെ കാര്യമല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ട്രംപ് ഇപ്പോൾ തൽക്കാലം ഈ യുദ്ധം മാറ്റിവെക്കാനും കാരണം ഇപ്പോൾ ഇറാനെ പേടിയായി. കാരണം ഇറാന് മേൽ ഏകപക്ഷീയമായ ഒരു വിജയം നേടാൻ അവർക്ക് കഴിയില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ്. അതാണ് ഇപ്പോൾ വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട്, അതാണ് കൂടുതൽ അപകടകരം. ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും പടക്കപ്പലുകൾ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അമേരിക്കയായിട്ട് ഒരു ബന്ധമില്ല. അവരുടെ ഈ നാറ്റോയുടെ സഖ്യം എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് ഏതാണ്ട് അകന്നു കഴിഞ്ഞിരുന്നു. അതിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഹോർമൂസ് കടലിടുക്കിനേക്കാൾ വളരെ കൂടുതലാണ്. ആഴത്തിലുള്ള ഒരു ഗർത്തമാണ് അവർക്കിടയിലെ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ളത്, സംശയമൊന്നുമില്ലാത്ത കാര്യം. അവരുടെ പടക്കപ്പലുകൾ വന്നു കഴിഞ്ഞാൽ അവരെ തീർത്ത് കളയുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഈ അമേരിക്കയെ പോലെ മണ്ടൻ ബുദ്ധിയുമായിട്ട് വന്നിട്ട് ഒരു ചെയ്യുന്ന കാര്യങ്ങൾ അവൾ പഠിച്ച് ആസൂത്രണം ചെയ്താണ് വന്നിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകാൻ സാധ്യമുണ്ട്. യുദ്ധത്തിൻ്റെ അവസാനമെങ്കിലും ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിട്ടിയാൽ അത് വലിയൊരു നേട്ടമായിരിക്കും ലോകത്തിനെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സഞ്ചാരപഥം, കടലിലൂടെയുള്ള ഈ സഞ്ചാരപാത തുറന്നു കിട്ടണം. ലോകത്തിനാകമാനം രോഗങ്ങളും ദുരിതങ്ങളും വിതച്ചുകൊണ്ട് ഉള്ള ഈ ഹോർമൂസ് സ്ട്രെയ്റ്റ്സിൻ്റെ അമേരിക്ക ഒരു ഭാഗത്തും മറുഭാഗത്ത് ഇസ്രായേലല്ല ഇറാനും നടത്തുന്ന ഈ ഉപരോധം. ഇതിലൊരു സംഭവം കൂടെ ഇടയ്ക്കുണ്ടായി, അത് നമ്മുടെ മാധ്യമങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല. അതിൻ്റെ ഒമാൻ തീരം എന്ന് പറഞ്ഞാൽ അവിടെ കാവൽ കിടക്കുന്നത് അമേരിക്കയുടെ കപ്പലുകളാണ്. ഇപ്പുറത്തെ തീരത്താണ് ഇറാനുള്ളത്. അവിടെ വെച്ച ഒരു ഇന്ത്യൻ കപ്പൽ ആദ്യം തീപിടിച്ചു, ഡ്രോൺ കൊണ്ടാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കപ്പൽ മുങ്ങി. ഇറാൻ ഒരിക്കലും ഇന്ത്യയോട് അങ്ങനെ ചെയ്യില്ല. കാരണം ഇന്ത്യയോട് എന്തോ ഒരു പ്രത്യേകത അവർക്കുണ്ട്, എനിക്കറിയില്ല. രണ്ട് കപ്പലുകൾ ഇപ്പോൾ ബോംബെ തീരത്ത് വന്നു. ഒന്ന് LPGയുടെ വളരെ ഒരുപാട് ബാരലുകളുള്ള ഒരുപാട് ബാരലുകളുള്ള ഒരു പെട്രോൾ കൊണ്ടുവന്ന കപ്പൽ, ബ്രന്റ് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന കപ്പൽ. മറ്റൊന്നെന്ന് പറഞ്ഞ LPG ടാങ്കർ ഒരെണ്ണവും. നമ്മുടെ അവർ കാര്യമായിട്ട് ഇന്ത്യയോട് അനുകൂലമായ മനോഭാവം സ്വീകരിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയിൽ യാതൊരു വിധത്തിലും ഈ ഉൾക്കടലിൽ ആക്രമണം നടത്തുന്നതിനോട് യോജിക്കുകയില്ല. കപ്പലുകൾക്ക് നേരെ, കപ്പലിലുള്ള മർച്ചൻ്റ് നേവിക്കാരായിട്ടുള്ള സിവിലിയൻസ് നേരെ. അതിൻ്റെ മറുപടിയായിട്ട് ഇറാൻ പറഞ്ഞ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ അവർ ഒരിക്കലും അതുവഴി പോകാൻ അനുവദിക്കില്ല. ഇന്ത്യ ഒരു ശത്രു രാജ്യമല്ല, ആ ബോധോദയം അവർക്കുണ്ട്. മധ്യസ്ഥത വഹിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ UAE പറയുന്നു, അവരുടെ ശത്രുവായിട്ടുള്ള UAE പറയുന്നു നരേന്ദ്രമോദി ഫോണെടുത്ത് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരുമെന്ന്. എന്നിട്ടും ഇന്ത്യ എന്തുകൊണ്ട് ഇടപെടുന്നില്ലെന്നുള്ളൊരു സംശയം ബാക്കി വെച്ചുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും ഇടപെടൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും. മറിച്ച് അമേരിക്ക ഇവിടെ നിന്ന് പതുക്കെ ആ തോൽവിയിൽ നിന്ന് സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി പിൻവാങ്ങുകയാണ് എന്നുള്ളതുമാണ് എനിക്ക് ഉപസംഹാരമായിട്ട് പറയാം. എങ്ങനെയെങ്കിലും എന്തായാലും എങ്ങനെ വന്നതാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, പിന്നെ പശ്ചിമേഷ്യ വീണ്ടും ശാന്തമാവുക. ഇത് രണ്ടുമാണ് ഏറ്റവും ലോകത്തിന് ആവശ്യം. സാധിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. തീർച്ചയായും.